എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ സാക്കുറെ കാണിക്കുന്നു. അവൾ ഇപ്പോഴും ഹൊക്കാഗെ ആന്റിയെ നോക്കി അങ്ങനെ ഇരിക്കും. അപ്പൊ റോക്ക്ലി അവിടേക്ക് വന്ന് ഇപ്പൊ സാക്കുറയോട് ചോദിക്കും, ഹൊക്കാഗെ ആന്റിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? അതിന് സാക്കുറ അവളൊന്നും മിണ്ടാതെ ഇപ്പൊ തല താഴ്ത്തിയിരിക്കും. ലീ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും ആന്റി തിരിച്ചു വരും. അപ്പൊ റോക്ക്ലി ഒരു മരുന്നെടുത്ത് ഇപ്പൊ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും ഹൊക്കാഗയ്ക്ക് കൊടുക്കണം. ഇത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഹൊക്കാഗെ റിക്കവർ ആവും. മൈഗൈ സെൻസായി ആണ് ഈ ഒരു മരുന്ന് എനിക്ക് തന്നു വിട്ടത്. ഞാനും ഇതേ മരുന്ന് തന്നെ കഴിച്ചാണ് റിക്കവർ ആയെന്ന് പറഞ്ഞ് അവനിപ്പോ പതിയെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ ഹൊക്കാഗെ ഇപ്പൊ റോക്ക്ലിയെ ചെക്ക് ചെയ്യും. എന്നിട്ട് പറയും, ഇവനെ കൊണ്ട് ഒരിക്കലും ഇനിയൊരു ഷിനോബിയായി മാറാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്റെ ഷിനോബി ആവണം എന്നുള്ള സ്വപ്നം അത് നീ മറക്കണം. അത് കേട്ടില്ലേ അവൻ പൊട്ടിക്കരഞ്ഞ് ഹോസ്പിറ്റലിന്റെ കോറിഡോറിലേക്ക് വരും. അവിടെ നിന്ന് അവൻ കഷ്ടപ്പെട്ട് നടക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതേ സമയം ലോങ് ഷോട്ടില് ഈനോ അവള് റോക്ക്ലിയുടെ കഷ്ടപ്പാട് കണ്ട് അവൻ അങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ കുട്ടപ്പനും സാക്കുറയും അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പൊ സാക്കുറ അവൾ ഈനോയോട് ചോദിക്കും, നിന്റെ ആരെങ്കിലും ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? അതിന് ഈനോ പറയും, അതെ, ഞാൻ സാസുകയെ കാണാനാണ് ഇവിടേക്ക് വന്നത്. അത് കേൾക്കുമ്പോ സാക്കുറയ്ക്ക് അവക്ക് ഒരുപാട് ദേഷ്യം വരും. സാസുക അവൻ ഞങ്ങളുടെ ടീം മെമ്പർ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ട് പെമ്പിള്ളേരും പൂരം ഫൈറ്റ്. അപ്പോഴാണ് ഈനോ അവള് സാക്കുറയോട് പറയാ, നിങ്ങളുടെ പുതിയ ടീം മെമ്പർ അത് ഞാനാണ്. നമ്മൾ 3 പേരും ചേർന്ന് ഇപ്പൊ ഒരു ഡി റാങ്ക് മിഷൻ ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ഒരു കാഷ്വൽ ആയിട്ട് ഇപ്പൊ മിഷനെ കുറിച്ച് സംസാരിച്ച് റോക്ക്ലിയുടെ അടുത്തേക്ക് എത്തും. കുട്ടപ്പൻ റോക്ക്ലിയോട് ചോദിക്കും, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അതിനവൻ പറയും, കുഴപ്പമില്ല, ഉറപ്പായിട്ടും ഞാൻ റിക്കവർ ആവും. എന്റെ മാസ്റ്റർ എനിക്കൊരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നിട്ടുണ്ട്, ഇത് കുടിച്ചാ പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ആ ബോട്ടിൽ കയ്യിലെടുക്കും. പക്ഷെ അപ്പോഴേക്കും അത് കയ്യിന്ന് താഴെ പോയി തറയിൽ തട്ടുന്ന തൊട്ടു മുൻപ് കുട്ടപ്പൻ അത് ക്യാച്ച് ചെയ്ത് മുഴുവനായിട്ടും കുടിക്കും. കുട്ടപ്പൻ പറയും, ഇതിന്റെ ടേസ്റ്റ് അത് വലിയ രസമൊന്നുമില്ല, എങ്കിലും വെറുതെ കുടിക്കുക. അതിന് ലീ പറയും, ഈ ഒരു ബോട്ടില് അവസാനത്തേതായിരുന്നു, ഇത് മാത്രമാണ് എന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത്, അതിപ്പോ നീ കുടിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞ് അവ കരയാൻ തുടങ്ങും. അത് കണ്ട സാക്കുറ അവളുടെ കൈ ചുരുട്ടി കുട്ടപ്പന്റെ തലക്കിട്ട് ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. ലീ പറയും, ഈ ഒരു ഡ്രിങ്ക് അതെനിക്ക് എന്റെ മാസ്റ്റർ തന്നതാണ്, ഇത് കഴിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ റിക്കവർ ആവുമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ നമ്മുടെ 3 ആൾക്കാരും ഇപ്പൊ മിഷന് പോവാൻ റെഡിയാവും. അപ്പൊ കുട്ടപ്പൻ പറയും, നിങ്ങൾ പുറപ്പെട്ടോ, ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ തിരിച്ചെത്താന്ന് പറഞ്ഞ് അവൻ മൈഗയുടെ അടുത്തേക്ക് വരും. ഇവിടെ മാസ്റ്റർ റോക്ക്ലിക്ക് കൊടുക്കാനുള്ള ആ ഒരു ഡ്രിങ്ക് അത് പ്രിപ്പയർ ചെയ്യാണ്. കുട്ടപ്പനെ കാണുമ്പോ തന്നെ ഇപ്പൊ മാസ്റ്ററിന് മനസ്സിലാവും അവൻ ആ മെഡിസിനെ കുറിച്ചാണ് ചോദിക്കാൻ വരുന്നതെന്ന്. മാസ്റ്റർ പറയും, ആ മരുന്നിന് നല്ല പവറുണ്ട്, അത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലീയെ കൊണ്ട് പഴയതുപോലെ ആവാൻ കഴിയും. ആ മരുന്നില് ഏറ്റവും പ്രധാനമായിട്ട് ചേർക്കുന്ന കുറച്ച് പൂക്കളുണ്ട്, അതാ മലയുടെ മുകളിലാണ്, അത് കിട്ടിയാൽ മാത്രമേ ഇനി ആ മരുന്ന് ഉണ്ടാക്കാൻ പറ്റൂ, ഇനിയും ആ മരുന്ന് അതുണ്ടാക്കാൻ പറ്റൂ. അത് കേട്ടുടനെ ഇപ്പൊ കുട്ടപ്പൻ പറയും, ലീക്ക് വേണ്ടി ആ ഒരു പൂക്കള് അത് ഞാൻ കൊണ്ടുവരും. കുട്ടപ്പൻ അങ്ങനെ ചാടി ഓടി അവന്റെ വീട്ടിലെത്തി റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഗ്രാമത്തിന് പുറത്ത് നമ്മുടെ 2 പെമ്പിള്ളാരും അവര് കുട്ടപ്പന് വേണ്ടി ഇപ്പൊ കട്ട വെയിറ്റിംഗ് ആണ്. സാക്കുറ പറയും, ഇത്ര നേരായിട്ടും ഈ സെയ്ത്താനെ കാണുന്നില്ല, അവൻ എവിടെ പോയെന്നും പറഞ്ഞ് അവര് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ കുട്ടപ്പൻ അവൻ റോക്ക്ലിയുടെ ഡ്രസ്സ് ഇട്ട് ഇപ്പൊ അവിടേക്ക് ഓടി വരും. നമ്മുടെ ആൾക്കാർ ഷോക്കായിട്ട്, നീ എന്താ ഈ കോലത്തില്? അതിന് കുട്ടപ്പൻ പറയും, റോക്ക്ലിക്ക് ആവശ്യമായിട്ടുള്ള ചില ഹെർബ് എനിക്ക് കളക്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അവന്റെ ഗെറ്റപ്പില് ഞാൻ വന്നത്. അപ്പൊ നീ മിഷന് വരുന്നില്ലേ എന്ന് ഇപ്പൊ സാക്കുറ അവള് കുട്ടപ്പനോട് ചോദിക്കും. അതിന് കുട്ടപ്പൻ, ഞാൻ ജോഫുക്ക മൗണ്ടനിൽ നിന്ന് ഈ ഹെർബ് അത് പറിച്ചതിന് ശേഷം നിങ്ങളുടെ കൂടെ മിഷന് വരാം. അതിന് ഈനോ പറയും, നമ്മുടെ മിഷനും അതേ ജോഫുക്ക മൗണ്ടനിൽ തന്നെയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ മൈഗൈ ലീയുടെ അടുത്തേക്ക് വരും. ദയവ് ചെയ്ത് നീ ഇപ്പോ ട്രെയിനിങ് എടുക്കാനായിട്ട് ശ്രമിക്കരുത്, സർജറി കഴിഞ്ഞ ശേഷം മാത്രമേ ഇതൊക്കെ നീ ചെയ്യാവൂ. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറ അവള് കുട്ടപ്പനോട് ചോദിക്കും, ലീയുടെ ട്രീറ്റ്മെന്റ് അതിപ്പോ ഹൊക്കാഗെയാണോ നോക്കുന്നേ? അതിന് കുട്ടപ്പൻ പറയും, അതെ, പക്ഷെ ലീക്ക് യാതൊരു ഇമ്പ്രൂവ്മെന്റും ഇല്ല, അവന്റെ സർജറിക്കും 50-50% മാത്രമേ ചാൻസ് ഉള്ളൂ. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ 2 പെമ്പിള്ളാർക്കും ഒരുപാട് വിഷമാവും. അപ്പൊ ഈനോ പറയും, ഇനിയൊരിക്കലും അവനെ കൊണ്ട് ഒരു സൂപ്പർ ഹീറോ ആവാൻ കഴിയില്ല, വെറും ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ചു മരിക്കാനാണ് അവന്റെ വിധി. അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, ഒരിക്കലുമില്ല,
റോക്ലിക്ക് ഒരുപാട് പവറുണ്ട്. അവന്റെ ആ ഒരു ഫൈറ്റിന് മുൻപ് വരെ ഞാൻ റോക്ലിയെ വളരെ തരം താഴ്ന്ന രീതിയിലാണ് നോക്കിക്കണ്ടത്. പക്ഷെ പിന്നീട് ഗാരയായിട്ട് അവൻ ചെയ്ത ഫൈറ്റ്, അതിലാണ് അവന്റെ യഥാർത്ഥ പവറും എബിലിറ്റിയും ഒക്കെ എനിക്ക് മനസ്സിലായത്. മാത്രമല്ല അവന്റെ മനസ്സിന്റെ ശക്തി, വിൽ പവർ, അതിനെ തോൽപ്പിക്കാൻ ഗാരയ്ക്കെന്നല്ല അവന്റെ അച്ഛന് പോലും സാധിക്കില്ല. എനിക്കുറപ്പുണ്ട് ലീ തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ അതിജീവിക്കും. കട്ട് ചെയ്താ ഇപ്പൊ റോക്ലി അവൻ റെസ്റ്റ് എടുക്കാണ്. ഇവിടെ കുട്ടപ്പൻ ചോദിക്കും, അതിരിക്കട്ടെ നമ്മുടെ ഇപ്പോഴത്തെ മിഷൻ അത് ആക്ച്വലി എന്തായിരുന്നു? അത് കേട്ട് സാക്കുറ ഇവൻ ഇങ്ങനെ ഒരു പൊട്ടനാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. മിഷനെ കുറിച്ച് അറിയാതെയാണോ നീ മിഷന് വരുന്നേ? അവള് പറയും, നമുക്ക് പോവേണ്ടത് ആ ഒരു മൗണ്ടെയിനിലേക്കാണ്. അവിടെയുള്ള ഒരാൾക്ക് ഒരു സീക്രട്ട് ഇൻഫർമേഷൻ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ മിഷൻ. അതിന് കുട്ടപ്പൻ പറയും, ഈ ഒരു മിഷൻ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ആ ഹെർബും ഫ്ലവേഴ്സും കളക്ട് ചെയ്യണം. അതിന് നിങ്ങളും എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് അവരിപ്പോ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറും. അപ്പൊ ആ കടയുടെ ഉടമസ്ഥ ഒരു ഗ്രാൻഡ്മ ചോദിക്കും, നിങ്ങൾ എവിടേക്ക് പോവാണ്? നിങ്ങൾ എവിടേക്ക് പോവാണ്? അതിന് നമ്മുടെ ആൾക്കാർ പറയും, തൊട്ടടുത്തുള്ള ആ ഒരു മൗണ്ടെയിനിലേക്ക്. അതിന് അമ്മൂമ്മ പറയും, ആ ഒരു മൗണ്ടെയിനിലേക്ക് ആരും പോവാറില്ല. വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു വാറില് അവിടെ ആരോ മരണപ്പെട്ടു. അതിനുശേഷം മരിച്ചയാളുടെ ഗോസ്റ്റ് അവിടെ മുഴുവൻ അലഞ്ഞു നടക്കുകയാണ്. ഗ്രാമത്തിലുള്ള ആളുകൾ പോലും അതിന്റെ ഏഴയലത്ത് പോവാറില്ല എന്ന് പറയുമ്പോ നമ്മുടെ പെൺപിള്ളേര് അവര് പേടിച്ചു വരച്ച് ഇപ്പൊ പരസ്പരം കെട്ടിപ്പിടിക്കും. അതിന് കുട്ടപ്പൻ അവൻ കാഷ്വലായിട്ട് പറയും, അങ്ങനൊന്നുമില്ല, പ്രേതവും ഭൂതവും ഒക്കെ വെറുതെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എന്റെ സ്വത്ത് കുട്ടികള്, നിങ്ങൾ പേടിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് നോക്കുമ്പോ അവന്റെ തലയിലൊരു കാക്ക. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവര് നടന്ന് ഒരു പ്രത്യേക സ്ഥലത്തെത്തും. അപ്പൊ അവിടെ മുൻപിലായിട്ട് പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊരു ബോർഡ് കാണും. കുട്ടപ്പൻ പറയും, ഈ ഒരു ഏരിയയിലാണ് ആ ഒരു മൗണ്ടെയിൻ ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോകണം. എങ്കിലും മാത്രമേ ലീക്ക് ആവശ്യമായിട്ടുള്ള പൂവ് അതെനിക്ക് എടുക്കാൻ കഴിയൂ. അതിന് സാക്കുറ അവൾ ടെൻഷനായിട്ട്, നീ എന്താ പറയണേ? അത് ഹോണ്ടഡ് ഏരിയ ആണ്, അങ്ങോട്ട് ഒരിക്കലും നമ്മൾ പോവാൻ പാടില്ല. പക്ഷെ അപ്പത്തേക്കും കുട്ടപ്പൻ അവൻ ആ ബാരിയറിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് ഓടും. അവന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ പെമ്പിള്ളേരും. അവര് കുറച്ചു ദൂരം മുൻപോട്ട് നടക്കുമ്പോ ലോങ് ഷോട്ടിലായിട്ട് അവര് കാണും 7 കളറുകളിലായിട്ട് തിളങ്ങി നിൽക്കുന്ന ആ പൂക്കള്. കുട്ടപ്പൻ പതിയെ അതിലൊരു പൂ പറിച്ചെടുക്കും. ഉടനെ എന്തോ ഒരു സാൻഡ് പവർ അവിടേക്ക് വരാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അവർ ചുറ്റും നോക്കും. അവർ തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഗാറ. അവൻ വന്നുടനെ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. ഈനോ അവളുടെ പവർ വെച്ച് അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവളെ കൊണ്ട് കഴിയില്ല. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അത് വെറും സാൻഡ് ആണെന്ന്. കുട്ടപ്പൻ അവനൊരു പേപ്പർ ബോംബ് കത്തിയിൽ ചുരുട്ടി വലിച്ചെറിയും. അതവന്റെ ബോഡിയിൽ കുത്തിക്കേറി ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കും. പക്ഷെ ഗാറ അവനൊരു കൂസലും ഇല്ലാതെ വീണ്ടും മണ്ണിന്റെ അടിയിൽ നിന്ന് ഇപ്പൊ ഹായ് ആയിട്ട് പുറത്തേക്ക് വരും. അത് കണ്ട് കുട്ടപ്പൻ അവനിപ്പോ റോക്ലി സ്റ്റൈലില് കറങ്ങി വന്ന് ടൈജിപ്സ് ഉപയോഗിച്ച് അവനെ അടിച്ചു തെറിപ്പിക്കും. കുട്ടപ്പ റസൻ ഗൺ കയ്യിലെടുത്ത് ചാടി വന്ന് ഒരൊറ്റ അടി. ആ ഒരു അടിയില് അതിന്റെ കാറ്റ് പോവും. അപ്പൊ കറക്റ്റ് സമയത്ത് അവിടേക്ക് ഒരു ചുന്ദരി ആന്റി വരും. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ആന്റി ചോദിക്കും. അതിന് സാക്കുറ പറയും, ഞങ്ങൾ ലീഫ് വില്ലേജിലുള്ളവരാണ്. ഒരു പ്രത്യേക ഇൻഫർമേഷൻ മാഡത്തിന് തരാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അത് കേട്ട് ആന്റി ചിരിക്കും. എന്നിട്ട് ആ ഇൻഫർമേഷൻ മേടിച്ച് അവരോട് പറയും, ആക്ച്വലി നിങ്ങൾ അറ്റാക്ക് ചെയ്തത് അത് മറ്റാരുമല്ല, ആ ചെടികൾ തന്നെയാണ്. ആ പൂക്കളെ അവർ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾ ആരെയാണോ അപ്പൊ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, അവരുടെ രൂപത്തിലായിരിക്കും അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുക. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സും മെഡിസിൻസും എല്ലാം കൊടുത്ത് ആന്റി അവരെ ഇപ്പൊ തിരിച്ച് ലീഫ് വില്ലേജിലേക്ക് അയക്കും. കട്ട് ചെയ്ത മൈഗൈ നമ്മുടെ ആൾക്കാർ കൊണ്ടുവന്ന മെഡിസിൻസ് എല്ലാം ഉപയോഗിച്ച് ഫുഡ് പിൽസ് ഉണ്ടാക്കി ലീക്ക് കൊടുക്കും. അവനത് ആവേശത്തോടു കൂടെ കഴിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.